ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കൈസ്, അത് നിങ്ങൾ ആരും മൈൻഡ് ആക്കേണ്ട. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിന് ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എനിക്ക് എപ്പോഴും എടുക്കാൻ ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. രാവിലത്തെ എൻ്റെ ആ ഒരു റൊട്ടീൻ, കേട്ടു സ്കൂളിലേക്ക് പോകുന്ന വരെയുള്ള എൻ്റെ ആ ഒരു ടൈം, രാവിലെ എണീറ്റിട്ട് സ്കൂളിൽ പോകുന്ന വരെയുള്ള ടൈം വീഡിയോ എടുക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ രാവിലെ എണീറ്റ് വന്ന് ഒരു 10-15 മിനിറ്റ് ശേഷമാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാം എന്നുള്ള ബോധോദയം വന്ന് എടുത്തേക്കാം എന്നുള്ളത്. ഇപ്പോൾ രാവിലെ അടുപ്പ് കത്തിക്കലൊക്കെ കഴിഞ്ഞായിരുന്നു, എനിക്ക് അരി ഇടുന്നിട്ടുണ്ടായിരുന്നില്ല. വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാമെന്ന് തോന്നിയത്. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള അരി മീൻസ് ചോറിനുള്ള അരി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഗൈസ് ഇന്നൊരു പുതിയ തുടക്കമാണ്. ഇന്നോട്ട് ഞാൻ ജിമ്മിന് പോകാൻ പോണ് ഗൈസ്. ഇന്നോട്ട് ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഇപ്പം എനിക്ക് എനിക്ക് ജിമ്മിന് പോകണം എന്നങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് മടിയായി തുടങ്ങുമായിരുന്നു, ഇങ്ങനെ വണ്ണം കുറയ്ക്കാനുള്ള മടിയൊക്കെ ആയി തുടങ്ങുമായിരുന്നു. പക്ഷേ പോകണമെന്ന് തീരുമാനിക്കാൻ കാരണം മിനിഞ്ഞാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മോൾക്ക് വെറുതെ ഒരു ഡാൻസിന് സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴേക്കും എനിക്ക് കാലിലെ വേദന ഭയങ്കരമായിട്ട് ഇളകിയിട്ട് ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഞാനിങ്ങനെ നിന്ന കാര്യമില്ല, ശരിയാവില്ല, വർക്കൗട്ട് ചെയ്ത് കുറയ്ക്കുക തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പം ജിമ്മിന് ചേർന്നത്. അപ്പോൾ എനിക്ക് 10-10:30 ആകുമ്പോഴേക്കും എനിക്ക് ജിമ്മിനെത്തണം. പിന്നെ ഞാൻ പേഴ്സണൽ ട്രെയിനർ വെച്ചിട്ടാണ് കേട്ടോ ജിമ്മ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ചെപ്പശ്ശേരി തന്നെയാണ്. അപ്പം അതിനുള്ളിൽ പണികളൊക്കെ ഏകദേശം തീർക്കണം, മോളെ എണീപ്പിക്കണം, ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ രാവിലത്തെ അമ്മ അവിടെ അടിച്ചു വാരി തുടയ്ക്കുന്നുണ്ട്. ഞാനപ്പോൾ അടുക്കളയ്ക്കുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ. രാവിലത്തേക്കുള്ള കറി ഉച്ചയ്ക്കുള്ള കറി തലേദിവസത്തെ നമ്മൾ മാങ്ങ ഒഴിച്ച് വെച്ച കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വേറെ സെപ്പറേറ്റ് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. കിടുവിന് സ്കൂളിലേക്കുള്ള തോരനും ചായക്ക് കടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ചായക്ക് കടി അമ്മ പറഞ്ഞു ആർക്കാണ് ഉണ്ടാക്കണേ, ഇത് ഗോതമ്പോട് ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും എളുപ്പമായി ഗൈസ്. അപ്പോൾ ഞാൻ ക്യാരറ്റാണ് കേട്ടോ കിടുവിന് സ്കൂളിലേക്ക് ഒന്ന് കൊടുത്തയക്കുന്നത്. ക്യാരറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തയക്കുമ്പോൾ വെച്ചിട്ട് അയക്കുമ്പോൾ അവ നന്നായി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ വേറെ കാര്യം പറയാൻ പറഞ്ഞു ഗൈസ്. നമ്മൾ മല്ലു ഫാമിലിയിൽ ഇതുപോലെ കിടുവിൻ്റെ സ്കൂളിലേക്ക് നമ്മൾ വിളിപ്പിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ വന്ന് വളരെ ചുരുക്കം കുറച്ച് കമൻസാണ്. പ്രിൻസിപ്പാൾക്ക് ഡൊണേഷൻ ആവശ്യമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിളിക്കുമോ, സ്കൂളിന് പ്രൊമോഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആ പ്രിൻസിപ്പളിനെ പറ്റിയിട്ട് അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് ഇതിന് മുൻപ് എനിക്ക് ആ പ്രിൻസിപ്പളിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ വീഡിയോസിൽ ഞാൻ ഇൻസ്റ്റയിൽ സാറിൻ്റെ കിടുവിന് പ്രൈസ് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ ഇടുമ്പോൾ അതിന് താഴെ വരുന്ന ഒട്ടുമിക്ക കമൻസാണ് അനിൽകുമാർ സാറ് അടിപൊളി സാറാണ്, നല്ല സാറാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻസ് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ ഡേക്ക് ചീഫ് ഗസ്റ്റായിട്ട് വന്ന പുള്ളി സാറിനെ പറ്റിയിട്ട് പറഞ്ഞ കേട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ സാറ് അടിപൊളി സാറ് തന്നെയാണ് കേട്ടോ. പിന്നെ സാറ് മെയിനായിട്ട് നമ്മൾ വിളിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിടുവിനെ നമ്മൾ പ്രീ KGയിൽ ചേർത്തിയപ്പോൾ സംസാരം കുറച്ച് ബാക്കിലായതുകൊണ്ടെന്നുള്ള ഒരു ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്രയും പെട്ടെന്ന് പ്രീ KGയിൽ ചേർത്തതെന്ന് നമ്മൾ ഓൾറെഡി സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വനജ ടീച്ചർ, അതായത് ആ ടൈമിൽ അവന് വനജ ടീച്ചറായിരുന്നു അവൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചർ സാറിനോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കുട്ടിയുടെ അഡ്മിഷൻ എടുത്ത് വന്നിട്ടുണ്ട്, ഇങ്ങനെ സംസാരം കുറച്ച് ബാക്കിലായതുകൊണ്ടാണ് അവനെ ഇപ്പോൾ പെട്ടെന്ന് ചേർക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് സാറത് എടുത്ത് ചോദിക്കാനും അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചത് കേട്ടോ. അവന് ഈ ഇയറായപ്പോഴേക്കും നല്ലോണം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് എന്നും കൂടി പറയാനാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് സാർ അവൻ്റെ ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് സാറിന് മനസ്സിലായിട്ട് അതും കൂടി രണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് സാറ് വിളിച്ചതല്ല. അത് സാറിന് പ്രൊമോഷനോ അല്ലെങ്കിൽ ഡൊണേഷനോ ഒന്നും വേണ്ടിയിട്ടല്ല. സാറിന് ഞങ്ങൾ യൂട്യൂബേഴ്സ് ആണെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് സാർ അറിയുന്നത്. നമ്മൾ ലാസ്റ്റ്, കാരണം സാറിൻ്റെ വൈഫ് നമ്മളിതുപോലെ കിടുവിന് പ്രീ KGയിൽ സ്കൂളിൽ ചേർത്തിയപ്പോൾ സാറിൻ്റെ വൈഫ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ
ശബരിയിൽ അവനെ ചേർത്തിയതിൻ്റെ അന്നത്തെ വീഡിയോയിൽ ഏട്ടനെ മടത്തിപ്പറമ്പ് സ്കൂളിനെ പറ്റിയിട്ടും ഏട്ടൻ അവിടെ ശബരിയത്ത് കുട്ടികൾ പോകുമ്പോൾ ഏട്ടൻ നോക്കി നിന്നതിന് കഥകളെ പറ്റിയിട്ടൊക്കെ ഏട്ടൻ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് പ്രിൻസിപ്പളിൻ്റെ വൈഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനെ. ഇപ്പോഴല്ല, കഴിഞ്ഞ കൊല്ലം ജൂണിൽ 7-ാം തീയതി, ജൂൺ 7-ാം തീയതി, കാരണം ജൂൺ 7-ാം തീയതി സ്കൂൾ തുടങ്ങിയത്. ജൂൺ 7-ാം തീയതിക്കായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ആ വിളിച്ചത് പോലും ഞങ്ങളിപ്പോൾ പറയുമ്പോഴാണ് കേട്ടോ സാർ അറിഞ്ഞത്. ഏട്ടങ്ങനെ പറഞ്ഞു, എന്താണ് വൈഫ് സാറിൻ്റെ വീട് ഇപ്പോൾ പാലക്കാടല്ലേ എന്ന് ചോദിച്ചു ഏട്ടൻ. അപ്പോൾ സാർ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ വൈഫ് തന്നെയാണ് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോനെ ചേർത്തിയ ആ ദിവസം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഡാൻസർ അല്ലേ എന്നൊക്കെ ഏട്ടൻ ചോദിച്ചപ്പോഴാണ് സാറ് അത് നമ്മളാണെന്ന് അറിയുന്നതും, നമ്മൾ യൂട്യൂബേഴ്സാണെന്നൊക്കെ സാർ അപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അതും ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഒക്കെ ആയിട്ട് ലാസ്റ്റാണ് നമ്മളിത് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഞങ്ങളോട് അങ്ങനെ സാർ ഡൊണേഷൻ വേണമെന്നോ അല്ലെങ്കിൽ പ്രൊമോഷൻ വേണമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മോൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് ഞങ്ങൾ മെയിനായിട്ട് സാറ് വിളിപ്പിച്ചത് അവൻ്റെ സംസാരം ബെറ്ററായിട്ടെന്ന് പറയാനും, പിന്നെ അവൻ്റെ ഇത്തരം കുറേ ക്യാരക്ടേഴ്സ് അവന് നല്ലതുണ്ട്, അതുകൊണ്ട് അവൻ ഒരിക്കലും ഒരു മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാനും, പിന്നെ അവൻ്റെ കുറുമ്പുകളെ ഞങ്ങൾ ഒരുപാട് തടസ്സപ്പെടുത്തരുതെന്നും ഞങ്ങൾ അവനെ തല്ലരുതെന്നൊക്കെ സാറ് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. കാരണം അങ്ങനെ തല്ലി അവനെ ഒതുക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് അതൊക്കെ പറയാൻ വേണ്ടിയാണ് സാറ് വിളിച്ചത്. അല്ലാതെ എന്താണ് ഡൊണേഷൻ ചോദിക്കാനും പ്രൊമോഷൻ ഉണ്ടെന്നല്ല കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ ഹാപ്പി ആയിട്ട് നമ്മുടെ മോനെ പറ്റിയിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞ് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന മൊമെൻറ്റിൽ ഇങ്ങനത്തെ കമൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം കിടുവിൻ്റെ സംസാരത്തിനെ പറ്റിയിട്ട് എന്താണ് കുറേ ഇപ്പോൾ ഈ വീഡിയോയിലായാലും കാണുന്നവരായാലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പാരൻസിനെ അറിയുള്ളൂ നമ്മൾ എത്രത്തോളം അവർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കിടുവിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് കമ്പാരിസൺ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ആരെന്ത് പറഞ്ഞാലും എനിക്കറിയാം, എനിക്ക് എങ്ങനെയാണോ എൻ്റെ മക്കളെ നോക്കേണ്ടത് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അവർക്ക് എന്താണോ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത് അതിൻ്റെ ബെസ്റ്റ് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ കിടുണ്ടായിട്ട് ഇപ്പോൾ 5 വർഷമാകുമ്പോൾ ഈ 5 വർഷമായിട്ടും ഞാൻ എങ്ങനെയാണോ എൻ്റെ മക്കൾ ഒരാളുടെ അഡ്വൈസ് ഞാൻ എടുക്കാറില്ല. എനിക്ക് എന്താണോ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ബെസ്റ്റ് അതാണ് ഞാൻ ചെയ്യാറ്. ഏട്ടനാണെങ്കിലും കേട്ടോ, ഏട്ടനാണെങ്കിലും ഞാൻ ഏട്ടനോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങി. പക്ഷേ ഏട്ടൻ ഒരാളുടെ അഡ്വൈസും ഏട്ടൻ എടുക്കാറില്ല. ഏട്ടൻ എന്താണോ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നത് അതേ ഏട്ടൻ കൊടുക്കാറില്ല. അത് ബെസ്റ്റാക്കി കൊടുക്കാതെ ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ കേട്ടോ. ഇപ്പം ഏട്ടൻ്റെ കാര്യം ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ കുറേ കമ്പാരിസൺ കേട്ടിട്ടുണ്ട് ഗൈസ്, കുറേ കേട്ടിട്ടുണ്ട്, ഫാമിലിയിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഈ ചെവിക്കൂടെ എടുത്ത് കളയും. കാരണം എൻ്റെ മക്കൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മറ്റുള്ളവരെക്കാട്ടും കൂടുതൽ അറിയുന്നത് എനിക്ക് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ എന്നും നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള റിസൾട്ടാണ് എനിക്ക് കണ്ണ് നിറയാനുള്ള മെയിൻ റീസണും കൂടി അതാണ്. കാരണം എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും ഞങ്ങൾ വളർത്തി ഞങ്ങളുടെ മക്കളെ പറ്റി ഇത്രയും നല്ലത് കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും നല്ലത് കേട്ടത് കൊണ്ടാണ് ഗൈസ് ഞാൻ ഇത്രയും ഇമോഷണൽ ആവാൻ കാരണം. അപ്പം അത്ര തന്നെ ഗൈസ്, കാര്യം മനസ്സിലായിരുന്നു. നമുക്ക് ഞാൻ വലിച്ചു നീട്ടി തോന്നുന്നു സംസാരം, അതൊന്നും പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ കിടന്നുള്ള ലഞ്ച് ബോക്സിനുള്ള ഉപ്പേരിയും അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ചായ വയ്ക്കാൻ പോവാണ്. ചായ അമ്മയ്ക്കും പിള്ളേർക്കും ഏട്ടനുള്ള ചായ ഞാൻ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. കാരണം കിടുവിന് ഉമ്മൾക്ക് ഒരിടയ്ക്ക് വെച്ചിട്ട് അവർക്ക് പാലും ബൂസ്റ്റൊക്കെ ആയിരുന്നു. പക്ഷെ അത് അവർക്ക് കിടുവിന് മട്ടിച്ചു, ഉമ്മോൾ ഇപ്പോഴും കുടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ കിടു എണീറ്റ് വന്നതിന് പിന്നാലെ നമ്മുടെ ഉമ്മോൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ റൂമിലേക്ക് കിടുവിനുള്ള ഡ്രസ്സ് എടുക്കാൻ ചെന്നപ്പോൾ ഉമ്മോൾ തലയുടെ മുകളിലാണ് ഏട്ടൻ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ തല മാറ്റിയപ്പോൾ ഉമ്മോൾ ഉണർന്നു കേട്ടോ. അപ്പോൾ ഉമ്മോൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പമാണിയായി ഗൈസ്, കാരണം എനിക്ക് 10:30 പോകണമല്ലോ. ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9:35 ഗൈസ്. അപ്പോൾ എനിക്ക് ഉമ്മോളെ വിളിച്ചുണർത്തി അവൾക്ക് കഴിക്കാൻ കൊടുക്കേണ്ട പണിയെ പിന്നീടുള്ളത് കഴിഞ്ഞു. രണ്ടാൾക്ക് ഒരുമിച്ചാണ് കൊടുത്ത് സെറ്റാക്കാലം. അപ്പോൾ ഇതാ കിടുവിന് ഉമ്മോൾക്കുള്ള മുട്ട പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്കത് പൊടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഉമ്മോൾക്ക് ഉണ്ണി ഇഷ്ടമല്ല മുട്ടയുടെ. കിടു ഫുള്ളി ഒരു എഗ്ഗ് കഴിക്കും. ശരിക്കും നമ്മൾ മുട്ടയുടെ ഉണ്ണി പിള്ളേർക്ക് കൊടുക്കണം ഈ പ്രായത്തിൽ. പക്ഷേ ഈ ഉമ്മോൾക്ക്
ആദ്യമൊക്കെ അവൾ കഴിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ മുട്ടയുടെ ഉണ്ണി കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് മുട്ടയുടെ ഉണ്ണി മാറ്റിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ മുട്ടയുടെ ഉണ്ണി കഴിക്കണത് അൻഷാദാണ് കഴിച്ചത്. അൻഷാദിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ടയുടെ ഉണ്ണി. ഞാൻ മുട്ട കുടിക്കുമ്പോൾ അൻഷാദിൻ്റെ ഉണ്ണീനെ അവനാട്ടോ കൊടുക്കാറ്. അപ്പോൾ ആ കിടുവിന് യൂണിഫോമൊക്കെ ഇടിക്കുകയാണ് കേട്ടോ. കിടുവിന് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യൽ യൂണിഫോമാണ്. അപ്പോൾ അവനെ യൂണിഫോമൊക്കെ ഇടിച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റതിൻ്റെ ആ ഒരു കരച്ചിലും വാശിയും ബഹളമൊക്കെ അവനുണ്ട്. സാരില്ല, സർവ്വസാധാരണയാണ് അതൊക്കെ. യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെയാണ്, പിന്നെ ആൾ പൊരുത്തപ്പെടും. ഞാൻ സ്കൂളിൽ പോകാനായി, അമ്മ വീട്ടിലിരുത്തില്ല, സ്കൂളിൽ പോകുക വേണം എന്നുള്ള മൈൻഡ് വന്നു കഴിഞ്ഞാൽ ആൾ സെറ്റാണ് കേട്ടോ. പിന്നെ അവനെ കരച്ചിലൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ അവൻ്റെ മുട്ട നിന്ന് ചായ കുടിച്ചിട്ട് അവനങ്ങനെ പതിയെ അവന് സ്കൂളിലേക്ക് ഇങ്ങനെ പോയിക്കോളൂ കേട്ടോ. പിന്നെ 2 ദിവസം മുന്നേ ഞങ്ങളുടെ കാലുമ്മ ചെറിയൊരു മുറിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രോപ്പർ യൂണിഫോം അല്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് സോക്സൊന്നും ഇടുന്നില്ല, ഞങ്ങൾ ചെരുപ്പാണ് ഇടുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ചെരുപ്പ് കിട്ടും കേട്ടോ. കാരണം നമ്മൾ വേറെ കളർഫുള്ളായിട്ടുള്ള ചെരുപ്പുകളൊന്നും ഇടാൻ പാടില്ല, ബ്ലാക്ക് ചെരുപ്പ് തന്നെ ആയിരിക്കണം. അത് സ്കൂൾ സ്റ്റോറിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ യൂണിഫോമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അവർ പറയും നമ്മൾക്ക് എന്തെങ്കിലും ഷൂ അല്ലാത്ത സമയത്ത് ഷൂ ഇടണ്ട, വേറെ ചെരുപ്പാണ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചെരുപ്പുകൾ നമ്മൾ ഇടാൻ പാടില്ല, സ്കൂളിൽ നിന്ന് തരുന്ന ചെരുപ്പ് ഇടണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതെനിക്കിതൊന്നും നല്ലൊരു കാര്യമാണെന്ന് തോന്നി. കാരണം ആ ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല, അതുണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ എനിക്കത് നല്ലതായിട്ടാണ് തോന്നിയത്. അങ്ങനെ ആ കിടുവിന് ഐഡൻറ്റി കാർഡും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കിടു സെറ്റായി കേട്ടോ. അപ്പോൾ ഇനി അവനെ മുട്ട കഴിക്കാൻ കൊടുക്കുക, അവനിനി സെറ്റായി, അവനിനി ചെരുപ്പിടിക്കാൻ മാത്രമേ ഉള്ളൂ. മുട്ട കൊടുത്തു കഴിഞ്ഞാൽ അവനതും കഴിച്ചോടെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ഹെവി ആയിട്ടൊന്നും കുത്തിക്കെട്ടാറില്ല കേട്ടോ അവൻ്റെ വായിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 10:30 ആകുമ്പോഴേക്കും അവരുടെ സ്നാക്ക് ടൈം തുടങ്ങും. 10 മണി അവർ സ്കൂളിലേക്ക് ചെന്ന് ഒരു യൂറിൻ പാസ് ചെയ്ത് പിന്നെ അവരുടെ സ്നാക്ക് ടൈമാണ്. സ്നാക്ക് ടൈം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ കഴിച്ചോളുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഓരോന്നും ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുത്തിക്കയറ്റി കൊണ്ടുപോകേണ്ട വെച്ചിട്ട് ഞാൻ കുത്തിക്കയറ്റി കൊടുക്കേണ്ട വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് ഞാനൊന്നും അവനെ നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ല കേട്ടോ. അവനിങ്ങനെ TV ഒക്കെ കൊണ്ട് പതുക്കെ ഒരു മുട്ടയൊക്കെ ആസ്വദിച്ച് കഴിച്ച് ചായ ബൂസ്റ്റോ പാലോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളത് വെച്ചാൽ അത് കുടിച്ച് ആൾ സ്കൂളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ആ കിടുവിൻ്റെ ചെരുപ്പേം തുടച്ചുകൊണ്ടിരിക്കുകയുണ്ട്. ഇങ്ങനെ സത്യം തന്നെ ആലോചിക്കും, സ്കൂളിൽ ഇവർ കളിക്കുന്നിടത്തൊക്കെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് സ്കൂളിൽ പൊടിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും മനസ്സിലാവില്ല ഗൈസ്. കാരണം വരുമ്പോൾ ഒരു ലോഡ് പൊടിയായിട്ടായിരിക്കും ആയിട്ടാകുമ്പോൾ കേട്ടോ വരിക. അപ്പോൾ ഞാൻ ആലോചിക്കും ഇവർ സ്കൂളിൽ ഇൻ്റർലോക്ക് ഉണ്ടല്ലോ, പിന്നെ ഇത് എവിടെ നിന്നാണ് ഇത് ഇത്രയും പൊടിയായിട്ട് വരുന്നത് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. മറച്ച് കാലമ്മ ചിലപ്പം പൊടിയായിട്ടാണ് വരിക. പിന്നെ ഞാനൊക്കെ സ്കൂൾ ബസ്സിൽ കയറ്റാനായിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ആയിരിക്കാം ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ചെരുപ്പൊക്കെ ഇടിയിച്ചത് അവനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ ഉമ്മോളെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മോൾക്ക് കഴിക്കാൻ വേണ്ടി മുട്ട എടുത്ത് കൊടുത്തു. ഇവർക്ക് 2 ആൾക്ക് രാവിലെ ഒരു മരുന്ന് കഴിക്കാണ്ട് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ കുളിപ്പിച്ചതിന് ശേഷം കഴിക്കാൻ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കുളിച്ചിട്ട് വെറും വയറ്റ് വേണം മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂജിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ അവരെ കുളിപ്പിക്കുന്നത് കേട്ടോ. ഉമ്മോളെയും കുളിപ്പിച്ചത് കേട്ടോ. പിന്നെ ഞാൻ പാലിൻ്റെ പാടൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം ഉമ്മോൾക്ക് ബൂസ്റ്റ് മതിയെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പാലിൻ്റെ പാടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അവൾക്ക് ബൂസ്റ്റ് പാലെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ അവൾ കുറച്ച് ദിവസമായിട്ട് അവൾ ചായ തന്നെയാണ് കുടിക്കൽ. പക്ഷേ ഇന്നിപ്പോൾ അവൾക്ക് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിടുവിന് ചോറിലേക്ക് തൈരും ഉപ്പും കൂടി ഇട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തയക്കാറ്. അപ്പോൾ ഞാൻ ചോറ് ചൂടാകാൻ വെച്ചിട്ട് അതിൽ ഞാൻ തൈര് ഇടുന്നുണ്ട്. തൈരും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് കുറേ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതിൻ്റെ കലച്ചിലുണ്ടാവും എനിക്കറിയാം. പക്ഷേ ഐ എം റിയലി സോറി, ഞാൻ മനഃപൂർവ്വമല്ല. ഇവിടെ എവിടെ ഇരുന്നാലും അപ്പുറത്ത് മരം മുറിക്കുന്നു, ഇപ്പുറത്ത് വണ്ടിയിൽ പോകണം, എൻ്റെ മകൾ ഇവിടെ ഇരുന്ന് ചീർന്ന്. പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഭയങ്കര അലമ്പ് വോയിസ് ഓവറാണെന്നത് എനിക്കറിയാം. പക്ഷേ ഐ എം റിയലി സോറി, എനിക്ക് തീരെ ടൈമില്ല ഗൈസ്. കാരണം ഇപ്പോൾ തന്നെ 9:41 അപ്പോൾ ഞാൻ കിടുവിനുള്ള ചോറൊക്കെ ഞാൻ ലഞ്ച് ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ക്യാരറ്റും ചോറ് മാത്രം കൊടുത്തയക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. കാരണം ടൈം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നില്ല. സമയം 9 മണിയൊക്കെ ആയി. കാരണം 9:15 ആകുമ്പോഴേക്കും അവൻ്റെ സ്കൂൾ ബസ് വരും. അപ്പോൾ പിന്നെ നടന്ന് ജഗപ്പൊക്കെ ഓട്ടമായിരുന്നു കേട്ടോ ഗൈസ്. അനക്കേട് സ്കൂളിൽ പോയി, ഞാനിനി പോട്ടെ, ബൈ.